നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാൻ ഭീകരർ പദ്ധതിയിടുന്നതായി സന്ദേശം. ട്രാഫിക് പോലീസിന്റെ ഹെൽപ്പ് ലൈനിലെ വാട്സപ്പിലേക്ക് സന്ദേശം എത്തുകയായിരുന്നു. രാജസ്ഥാനിലെ അജ്മീറിൽ നിന്നാണ് സന്ദേശം എത്തിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. 2 ISI ഭീകരർ രാജ്യത്ത് നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നും സ്ഫോടനം നടത്താൻ ഇവർ പദ്ധതിയിടുന്നുണ്ടെന്നുമായിരുന്നു സന്ദേശത്തിൽ പറയുന്നത്. പ്രധാനമന്ത്രിയാണ് ഇവരുടെ ലക്ഷ്യമെന്നും സ്ഫോടനത്തിലൂടെ അദ്ദേഹത്തെ വധിക്കാനാണ് പദ്ധതിയിടുന്നതെന്നും സന്ദേശത്തിൽ പറയുന്നു. സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു. സന്ദേശം അയച്ച നമ്പർ രാജസ്ഥാനിലെ അജ്മീറിൽ നിന്നാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിയെ പിടികൂടാൻ പോലീസ് സംഘത്തെ അവിടേക്ക് അയച്ചതായി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. സന്ദേശം അയച്ച വ്യക്തി മദ്യലഹരിയിലോ മറ്റ് പ്രശ്നങ്ങൾ കൊണ്ടോ അയച്ചതാകാമെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ഇതിനു മുൻപേ ട്രാഫിക് പോലീസിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് ഇതുപോലുള്ള വ്യാജ സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും പഴുതടച്ച അന്വേഷണമാണ് ഭീഷണി സന്ദേശം സംബന്ധിച്ച് ഇപ്പോൾ നടക്കുന്നത്. ഇന്ത്യ ആക്രമിക്കണമെന്ന പ്രഖ്യാപനവുമായി ജെയ്ഷെ മുഹമ്മദ് കേഡർമാരെ കഴിഞ്ഞ മാസം മസൂദ് അസ്ഹർ അഭിസംബോധന ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ കനത്ത ജാഗ്രതയിലാണ് കേന്ദ്ര സർക്കാർ. ഇന്ത്യയെയും ഇസ്രായേലിനെയും കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തണമെന്ന വ്യക്തമായ ആഹ്വാനം പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഈ ഭീഷണിയെയും ഗൗരവമായിട്ടാണ് പോലീസ് കാണുന്നത്. നരേന്ദ്രമോദി നമ്മെ വെല്ലുവിളിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നമ്മുടെ ശവകുടീരത്തിന് മേൽ നിന്ന് നൃത്തം ചെയ്യുകയാണ്. ഇവരൊക്കെ കാണുമ്പോൾ ഞാൻ ലജ്ജിച്ചു പോവുകയാണ്. ലോകത്തെ ഇസ്ലാമികവൽക്കരിക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് ഈ 2 പേരാണ്, ഇന്ത്യയും ഇസ്രായേലും. ഇന്ത്യയുടെയും ഇസ്രായേലിന്റെയും നാശമാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്നായിരുന്നു അസ്ഹർ പ്രസംഗിച്ചത്. നീണ്ട 20 വർഷത്തിന് ശേഷമായിരുന്നു മസൂദ് അസ്ഹർ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ട് ഇന്ത്യക്കെതിരെ കൊലവിളിയുമായി എത്തിയത്. കഴിഞ്ഞ മാസം നടന്ന ഈ പരിപാടിയുടെ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തു വന്നത്. ഇന്ത്യ തിരയുന്ന കൊടും ഭീകരൻ, ഒന്നിലധികം ഭീകരാക്രമണത്തിലെ പ്രതി, UN ആഗോള ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആൾ, നിരോധിത സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ, അങ്ങനെ വിശേഷണങ്ങൾ ഒരുപാടാണ് മസൂദ് അസ്ഹറിന്. 1999 വർഷത്തിൽ നടന്ന കാണ്ഡഹാർ വിമാനാറാഞ്ചലിന് ശേഷം ഇന്ത്യ വിട്ടയച്ച ഭീകരരിൽ ഒരാളായിരുന്നു മസൂദ് അസ്ഹർ. അതേസമയം ഉത്തർപ്രദേശിലും 3 സ്ഥലങ്ങളിലായി ബോംബ് സ്ഫോടനം നടത്തുമെന്ന വ്യാജ സന്ദേശം ലഭിച്ചിട്ടുണ്ട്. പോലീസിന്റെ എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പറിലേക്കാണ് സന്ദേശം എത്തിയത്. ഹുസൈൻഗഞ്ച് മെട്രോ സ്റ്റേഷൻ, ചാർഗഡ് സ്റ്റേഷൻ, അലംബാഗ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്നായിരുന്നു സന്ദേശം. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് സന്ദേശം ലഭിച്ചതെന്ന് പോലീസ് പറഞ്ഞു. 3 ഇടങ്ങളിലും ഒരേ സമയത്ത് സ്ഫോടനം നടക്കുമെന്നും പോലീസിനെ വിളിച്ച അജ്ഞാതൻ പറഞ്ഞു. ഇതേ തുടർന്ന് 3 ഇടങ്ങളിലും പരിശോധനകൾ നടത്തിയെങ്കിലും സംശയാസ്പദമായ വസ്തുക്കളൊന്നും കണ്ടെത്താനായിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.